കിഫ്ബിക്കെതിരായ പ്രതിപക്ഷ വിമർശനത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. കിഫ്ബിയിൽ CAG ഓഡിറ്റ് നടക്കുന്നില്ല എന്നുള്ളത് വസ്തുതാവിരുദ്ധമായ ആക്ഷേപമാണ്. കിഫ്ബിയെ ഓഡിറ്റ് ചെയ്യാനുള്ള പൂർണ്ണ അധികാരം CAGക്കുണ്ട്. ഇതൊന്നും പ്രതിപക്ഷ നേതാവ് അറിയുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. കിഫ്ബിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് നടത്തിയത് നാടിനെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയെന്നും മുഖ്യമന്ത്രി. മറ്റൊരു ആരോപണം, കിഫ്ബിയിൽ സർവീസിൽ നിന്നും വിരമിച്ച 14 ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. കിഫ്ബിയിൽ ആകെ 180 ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. അതായത് 7% വിരമിച്ച ജീവനക്കാർ മാത്രമാണ് കിഫ്ബിയിൽ ജോലി ചെയ്യുന്നത്. കിൻഫ്ര അമ്പലമുകളിൽ സ്ഥാപിക്കുന്ന നിർദ്ദിഷ്ട പെട്രോ കെമിക്കൽ പാർക്കിൻ്റെ സ്ഥലമേറ്റെടുപ്പിനായി കിഫ്ബി 977 കോടി 46 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് റവന്യൂ ആയി ഇതിനോടകം 540 കോടി 22 ലക്ഷം രൂപ കിഫ്ബിക്ക് തിരികെ ലഭിച്ചിട്ടുമുണ്ട്. 2016 കിഫ്ബി ഭേദഗതി പ്രകാരം പെട്രോളിയം ഇന്ധനങ്ങൾക്ക് മേലുള്ള 1% സെസ്സും 10% വീതം വാർഷിക വർധന വരുത്തി 5-ാം വർഷം മുതൽ ഏർപ്പെടുത്തുന്ന 50% മോട്ടോർ വാഹന നികുതിയുമാണ് കിഫ്ബിയുടെ വരുമാന സ്രോതസ്. ഈ സ്രോതസ്സിനെ സെക്യൂരിറ്റൈസ് ചെയ്ത് സെബിയും RBIയും അംഗീകരിച്ചിട്ടുള്ള നൂതന ധനസമാഹരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വായ്പയെടുത്ത് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരികയാണ് കിഫ്ബിയുടെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള ധനസമാഹരണം 2022 വരെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മുൻ ധനമന്ത്രി കിഫ്ബി റോഡുകളിൽ നിന്നും പാലങ്ങളിൽ നിന്നും ടോൾ പിരിക്കേണ്ടി വരില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. കേരള FRA ആക്ടിന് വിരുദ്ധമായി സർക്കാർ അവലംബിച്ച നയവ്യതിയാനത്തിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്തിൻ്റെ ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷന് വിരുദ്ധമായി 2022 കിഫ്ബിയെയും സമാന സ്ഥാപനങ്ങളെയും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയത്. ഇതുമൂലം 2022 സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന് 15,895 കോടി 50 ലക്ഷം രൂപയുടെ അധിക വായ്പ എടുക്കലിനുള്ള അവകാശം നഷ്ടപ്പെട്ടു. മൊത്തത്തിൽ 2016 മുതൽ 2023 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ സംസ്ഥാനത്തിന് 1,07,513 കോടി 9 ലക്ഷം രൂപയുടെ ചെലവ് നഷ്ടമോ വിഭവ കമ്മിയോ ഉണ്ടായി. സർ, തുടർന്ന് കിഫ്ബി വായ്പ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രി നിലയിൽ കത്തുകൾ അയച്ചിരുന്നു. എന്നാൽ അനുകൂലമായ നടപടികൾ ഒന്നും തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഭരണഘടനയുടെ അനുച്ഛേദം 131 പ്രകാരം സ്യൂട്ട് ഫയൽ ചെയ്തത്. ആ കേസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ആ കേസിൻ്റെ പ്രതിവാദത്തിൽ കേന്ദ്ര സർക്കാർ നിരത്തിയ ന്യായം കിഫ്ബി പദ്ധതികൾ വരുമാനദായകമല്ലെന്നും സമാന സ്ഥിതിയിലുള്ള NHAI തുടങ്ങിയ കേന്ദ്ര സർക്കാർ ഏജൻസികളെല്ലാം വരുമാനം നേടുന്നവയാണെന്നും അതുവഴി തിരിച്ചടവ് സാധ്യമാകുന്നു എന്നുമാണ്. എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണ്.